ഇപ്രാവശ്യം നാട്ടിൽ പോയതിൻ്റെ മെയിൻ അജണ്ടാണ് എന്താ ഇവരായിട്ടുള്ളൊരു മീറ്റപ്പിന് കേട്ടോ. ചെറുതായിട്ട് ഞങ്ങൾ കൂടി പിന്നെ ഫുഡ് കഴിച്ചിട്ട് മതിയല്ലോ ബാക്കിയെല്ലാം എന്നുള്ളൊരു മൈൻഡ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ വൈകിട്ട് ലോഞ്ച് കയറി. അപ്പോൾ ഉള്ളതുകൊണ്ടൊന്നും വീഡിയോ എടുക്കില്ല. എന്നാലും ഷംബുവിൻ്റെ ഫുൾ സപ്പോർട്ടോടെ ഞാൻ വീഡിയോ എടുത്തു. ഇതാ ഇരിക്കണതാണ് സഞ്ജുമോൻ. പിന്നെ ദാ വരുന്നത് മാച്ചിലെ ഒരേ ഒരാൾത്തരി മുബഷീർ. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയെന്നും പറഞ്ഞു കേട്ടോ. സഞ്ജു ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ ബിരിയാണി ചെറുതായിട്ടൊന്ന് പാളി. എന്നത്തേയും കുക്കറിലൊന്നും ഉണ്ടാക്കിയത് അയാളൊന്നുമില്ല. സോ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ ഷംബു എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തു കേട്ടോ. ആ സാധനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഓള പറഞ്ഞ സാധനം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കനലിപ്പിലോട്ട് പോയിട്ടോ. അവിടെ ചെന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് കണ്ട് ഉള്ളിൽ കയറിയ പിന്നെ അതിൽ കൂടെ അങ്ങനെ അങ്ങോട്ട് നടന്നു. കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഈ കണ്ടൊരു വള്ളിമ കയറിക്ക് വഞ്ചൊന്നും പറഞ്ഞു കണ്ട് ഓളെ മൂപ്പിച്ച് കണ്ട് ഓളെ അമ്മ കയറ്റാൻ നോക്കുക കേട്ടോ. പക്ഷേ സംഗതി ഫ്ലോപ്പായി ഒക്കെ കയറാൻ വയ്ക്കണില്ല. പിന്നെ എൻ്റെ ഷാമ്പു മാറങ്ങിട്ടെന്ന് പറഞ്ഞു കണ്ട് പിന്നെ അടുത്തതാ ചെസ്റ്റ് നമ്പർ 2ൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ. പിന്നെ ഓളെന്തെങ്കിലും വിചാരിച്ച് അതങ്ങോട്ട് നടത്തി ഇങ്ങോട്ട് എടുക്കും. എങ്ങനെയെങ്കിലൊക്കെയോ കയറി കൂടി എന്താണല്ലോ ഓളെ എങ്ങനെയെങ്കിലും അതിൽ ചടിച്ചിടാൻ വേണ്ടിക്കാണ് ഞാൻ വള്ളി പിടിച്ചങ്ങോട്ട് കുലിക്കിട്ടോ. അതിനോളെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലോണം കിട്ടുകയും ചെയ്തിരിക്കണം. പിന്നെ അവിടെ നിന്ന് നേരെ നടന്ന് കണ്ട് തൂക്കുപാലം കാണാൻ വേണ്ടി പോയത്. അവിടെ ചെന്നപ്പോൾ തൂക്കുപാലം ഇല്ല, ഒന്നുമില്ല, ആകെ ഉള്ളത് വെള്ളം മാത്രം. പിന്നെ ആ ക്ഷീണത്തിൽ കുറച്ച് വെള്ളം കുടിച്ചാൽ നീട്ടി അങ്ങനെ സോഡാ സർബത്ത് കുടിച്ചിട്ടോ. കഞ്ചിനൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓളെ മുഖത്തിൽ എക്സ്പ്രഷൻ കണ്ടില്ലേ. പിന്നെ അത് മാറി അങ്ങോട്ട് കുടിച്ചു. നമുക്ക് പിന്നെ ഒരു ഗ്ലാസ് 4 സ്ട്രോ എന്നാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നേരെ അങ്ങനെ അങ്ങോട്ട് ഓരോ വർത്താനം പറഞ്ഞുകൊണ്ട് നടന്നിട്ടോ. അങ്ങനെ ആ നടന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിക്കാണ്ട് പുറത്തിറങ്ങാണ്ട് നമ്മൾ കരിമ്പ് ജ്യൂസ് പറഞ്ഞ് അങ്ങനെ കുടിച്ചുകൊണ്ട് ചേസ് പറയുന്ന മുബൈഷറിനെ മനസ്സാരും കാണാതെ പോകരുത്. അങ്ങനെ തീറ്റയും കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നേരെ കാറ് കയറിയിട്ടോ. നമ്മൾ തിരിച്ചു നോക്കുകയാണ്. നമുക്ക് വൈകുന്നേരമായി പെരിപ്പണം. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ചെറിയൊരു മീറ്റപ്പാണെങ്കിലും എന്തായാലും സംഭവം രസം കേട്ടോ. അപ്പോൾ നല്ല വൈബാക്കി എൻജോയ് ചെയ്തിട്ട് പോകാൻ നേരത്ത് കുറച്ചൊരു വിഷമമുണ്ടായി കേട്ടോ. അങ്ങനെ ശമ്പുത എനിക്ക് ഫ്ലൈറ്റ് ഒക്കെ തരികയാണ്. സഞ്ജുവിൻ്റെ വകരെ ടാറ്റയുണ്ട്. ടാറ്റാ, സ്വന്തത്രേ ഉള്ളൂ.